ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടുമെന്നാണല്ലോ പറച്ചിൽ. സാധാരണ തേയില കൃഷി ചെയ്യുന്നത് ഹൈ റേഞ്ചിലാണ്. എന്നാൽ ലോ റേഞ്ചിൽ തേയില കൃഷി ചെയ്ത് വിജയിച്ച ഒരു കർഷകനുണ്ട് തൊടുപുഴ ഉടുമ്പന്നൂരിലെന്നാണ് എബിൻ ജോസ് പറയുന്നത്. അപ്പോൾ നമുക്ക് എബിൻ്റെ കൂടെ പോയി ആ കൃഷിയിടത്തിലേക്ക് ആ വിജയഗാഥ ഒന്ന് കണ്ടുവരാം. ഒരു തേയിലത്തോട്ടം കാണണമെങ്കിൽ ഇടുക്കിയിൽ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിലേക്ക് വരിക മൂന്നാറോ പീരുമേടോ ആയിരിക്കും. ഇതൊന്നുമല്ലാതെ ഇടുക്കിയുടെ ലോ റേഞ്ചിൽ തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തേയിലത്തോട്ടമുണ്ട്. ആ തേയിലത്തോട്ടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളങ്ങനെ ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ തേയില കൃഷിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പോയി ചോദിച്ചറിയാം. മൂന്ന് പതിറ്റാണ്ടായി ഉടുമ്പന്നൂർ സ്വദേശിയായ ദിവാകരൻ തേയില കൃഷി ആരംഭിച്ചിട്ട്. തേയില കൃഷി പഠിക്കാൻ ടീ ബോർഡ് വണ്ടിപ്പെരിയാറിൽ നടത്തിയ ക്ലാസ്സിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് തന്റെ 2.5 ഹെക്ടർ സ്ഥലത്ത് തേയില നട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് സാധാരണ തേയില കൃഷി ചെയ്യുന്നത്. 1900 അടി ഉയരത്തിലുള്ള തന്റെ ഭൂമിയിലും ദിവാകരൻ തേയില നട്ടുപിടിപ്പിച്ചു. 4 വർഷം കൊണ്ട് നല്ല കൊളുന്ത് കിട്ടി. അപ്പോൾ ഇവിടെ ഇത് കൃഷി വിജയിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് അത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉയരം നോക്കുന്ന മെഷീൻ കൊണ്ടുവന്ന് ഇവിടെ ഞാനത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ 1600 അടി ഉയരമുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ എന്താണ് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ആലോചിച്ചു. ഇപ്പം 10-24 വിഭാഗം തേയിലയുണ്ട്. അതിൽ ഉപാസി 9 എന്ന് പറഞ്ഞ ഇനം ഈ ഹൈറ്റിൽ ഇത്രയും താഴ്ന്ന പ്രദേശത്ത് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായ ശേഷം തമിഴ്നാട് കൂനൂരിൽ നിന്ന് അതിനെ ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് കൂടത്തൈ ഇവിടെ കൊണ്ടുവന്ന് ഉപാസി 9 എന്ന് പറഞ്ഞ കൂടത്തൈയാണ് ഞാൻ വെച്ചത്. അത് ഏകദേശം ഒരു 12,000 തൈയോളം ഞാൻ ഇതിനകത്ത് നട്ടു. 6 മാസം പ്രായമായൊരു കുട്ടിയിൽ നമ്മളെങ്ങനെ വാത്സല്യിച്ച് താലോലിച്ച് വളർത്തുന്നതിനെക്കാട്ടിലും വളരെ ബുദ്ധിമുട്ട് വേണം. ഒരു വർഷം വരെ ഇതിനെ പരിപാലിച്ചു കൊണ്ടുവരാം. ദിവസം 3 മണി കഴിഞ്ഞിട്ട് 8-9 മണി വരെ രാത്രി 9 മണി വരെ ഇത് വെള്ളം ഒഴിച്ച് ഇത്രയും തൈകൾക്ക് 10,000 തൈകൾക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ 1 വർഷം പരിപാലിച്ചിട്ടാണിത് നമുക്ക് പിടിച്ചു കിട്ടിയത്. ജൈവകൃഷി ആയതിനാൽ കൊളുന്തു ചോദിച്ച് ആവശ്യക്കാർ ഏറെ എത്തി. ഇതിനിടെ തോട്ടത്തിൽ തന്നെ തേയിലപ്പൊടിയും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. സാധാരണ തേയിലയ്ക്കൊപ്പം ഗ്രീൻ ടീയും വൈറ്റ് ടീയും ഉണ്ടാക്കി. ബ്ലാക്ക് ടീ എന്ന് പറയും. ആ ബ്ലാക്ക് ടീ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തേയില പൊടി ആ സാധനം നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ ഞാൻ കൈകൊണ്ട് തന്നെ മിഷണറി നമുക്കറിയാം ജപ്പാൻകാരൊക്കെ ഉണ്ടാക്കില്ലേ ഈ ചെറിയ രീതിയിലുള്ള കൈ കൊണ്ട് ചെയ്യുന്ന പോലെ കാണാമെന്ന് പറഞ്ഞ പോലെ ഞാനിവിടെ തന്നെ ഇത് അറിഞ്ഞ് അതേപ്പറ്റി ശാസ്ത്രീയമായി പഠിച്ച ശേഷം ഞാൻ ബ്ലാക്ക് ടീ ഉണ്ടാക്കിയിട്ട് ഞാൻ പലർക്കും ഓർഗാനിക് ആയതുകൊണ്ട് 1 കിലോയ്ക്ക് 10,000 രൂപയൊക്കെ വില കിട്ടത്തക്ക ഇത് ഞാൻ 1 കിലോ 1/2 കിലോ ഒക്കെ പാക്കറ്റാക്കി ഞാൻ അത് പലർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വാങ്ങാൻ സാധിക്കില്ല, അതുപോലെ പൈസ ഉള്ളവർക്ക് മാത്രം അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രീൻ ടീ എന്നത് ഓരോ ഇലയും തിരിയുള്ളൂ. ആ തിരി എടുത്ത് നമ്മൾ ആവിക്ക് വെച്ചിട്ട് അത് ഒരു ശരിയായ ശേഷം അതെടുത്ത് അത് ശരിയായിട്ട് തിരുമ്മി അതിൻ്റെ ആ രീതിയായ ശേഷം എടുത്ത് നമ്മൾ അത് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 12 മണിക്കൂറോളം അത് ചൂടാക്കി ഓർഗാനിക് ആ രീതിയിലായ ശേഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല വില കിട്ടിയിട്ടുണ്ട്. സാധാരണ ഒരു 3,000 രൂപ 4,000 രൂപ 1 കിലോ ഈ ഗ്രീൻ ടീക്ക് കിട്ടും. നമ്മളിപ്പോൾ ഉപ്പുകുന്നിലുള്ള ദിവാകരൻ ചേട്ടൻ്റെ തേയിലത്തോട്ടത്തിന് നടുക്കാണ് നിൽക്കുന്നത്. സാധാരണ ഇവിടെ കുരുമുളകും മറ്റ് കൃഷികളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ വ്യത്യസ്തമായി തേയില കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അതിൻ്റെ ആദായം എടുക്കുന്നുണ്ട്, കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ കൃഷി ലാഭകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് ദിവാകരൻ ചേട്ടൻ്റെ തേയില കൃഷിയുടെ വിജയഗാഥ. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ദിവാകരൻ ഇപ്പോൾ തേയിലപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നില്ല. പച്ചക്കൊളുന്ത് പുറത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കൊളുന്തിന്റെ വിലയിൽ പണ്ട് മുതലേ വലിയ മാറ്റമില്ല. കർഷകൻ അർഹിച്ചത് കിട്ടുന്നില്ലെന്നാണ് പരാതി. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മളിത് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് പറഞ്ഞ പോലെ ഈ കാർഷിക വിളവിൻ്റെ അനുസരിച്ചിട്ട് എനിക്ക് ഇവിടെ വന്ന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ 2 പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ സ്പൈസസ് ബോർഡിൻ്റെ ആൾക്കാർ വന്ന് ഈ കുരുമുളക് ഇതിനകത്ത് നന്നായിട്ടുണ്ട്, അതിനുവേണ്ടി എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡ് കിട്ടിയത് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രക്കാരോ നാട്ടുകാരോ അറിയണമെന്നല്ലാതെ കൃഷി ചെയ്യുന്നവനും ഉൽപ്പാദിക്കുന്നവനും കഷ്ടപ്പാടുന്നവനും അതിൻ്റേതായ ഒരു മേന്മ ഇതുവരെയും കിട്ടിയിട്ടില്ല.
ദിവാകരൻ ചേട്ടൻ്റെ തേയില കൃഷിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി ഈ തോട്ടത്തിലെ തേയില കൊണ്ടുണ്ടാക്കിയ ചായ കുടിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഹൈ റേഞ്ചിൽ മാത്രമല്ല കേട്ടോ, ലോ റേഞ്ചിലെ തേയിലയ്ക്കും നല്ല രുചിയാണ്. ഏതായാലും ദിവാകരൻ ചേട്ടൻ ലോ റേഞ്ചിലും തേയില കൃഷി ചെയ്ത് വിജയിപ്പിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. അപ്പോൾ മനസ്സും കഠിന പ്രയത്നം ഉണ്ടെങ്കിൽ ഏത് റേഞ്ചിലും തേയില വളരുമെന്ന് മനസ്സിലായല്ലോ.